വെടിക്കെട്ട് അപകടത്തെ സംബന്ധിച്ച് പഠിക്കാൻ വെച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് പക്കലുള്ളതാണ്. ആ കമ്മീഷനകത്ത് ആധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും പടക്ക നിർമ്മാണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഉള്ളതാണ്. ദൗർഭാഗ്യവശാൽ ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഗവൺമെന്റും പാലിച്ചില്ല, നടപ്പാക്കിയില്ല. ഈ വിവിധ സ്ഥലങ്ങളിൽ പെരുന്നാളും ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ നടത്തുന്ന ദേവസ്വങ്ങളോ അവിടുത്തെ കമ്മിറ്റിക്കാരോ ശ്രദ്ധിച്ചില്ല. അതിന്റെ ഫലമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അപകടം. മുണ്ടത്തിക്കോട് അവിടെ ഒരു ഫയർഫോഴ്സിന്റെ സംവിധാനം പോലും ഇല്ലാതെയാണ് ഈ പടക്കങ്ങൾ നിർമ്മിക്കുകയും വലിയ ശബ്ദത്തോടെ പൊട്ടുന്ന അമിട്ടുകളൊക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്തത്. അതുപോലെ ശാസ്ത്രീയമായ നിലയിലുള്ള ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരുന്നില്ല. വാസ്തവത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് പരിഷ്കൃതമായ രീതിയിലായിരിക്കണം, ശാസ്ത്രീയമായ നിലയിലായിരിക്കണം. ശാസ്ത്രീയമായ നിലയിൽ ഈ ഉത്സവത്തിനാവശ്യമായ പടക്കങ്ങൾ നിർമ്മിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തയ്യാറാകുന്നില്ല എങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത്തരം അപകടങ്ങൾ ഇനിയും തുടരാൻ പാടില്ലാത്തതാണ്. പലപ്പോഴും നമ്മൾ ഈ അപകടം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യും, പിന്നെ നമ്മളെല്ലാവരും മറന്നുപോകും. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും മറ്റ് ആരാധനാ കേന്ദ്രങ്ങളിലാണെങ്കിലും അവിടെ ഈ പടക്കം ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ കരിമരുന്ന് പ്രയോഗം നടത്തുക, ഇതിനൊക്കെ വ്യക്തമായ മാനദണ്ഡം പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്. ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകമായ ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ പാടുള്ളൂ. വലിയ തോതിൽ വലിയ അപകട സാധ്യതയുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്നലെ കണ്ടപ്പോൾ വലിയ വേദന തോന്നി. അവിടെ പലരെ ശവശരീരങ്ങളുടെ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഇനിയെങ്കിലും കേരളത്തിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സത്വരമായ നടപടികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത്